ഈ മാധ്യമങ്ങൾക്ക് വാർത്താ ദാരിദ്ര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അവർ ഈ മൈക്കും എടുത്തുകൊണ്ട് നേരെ പിണറായി വിജയൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലും. അപ്പോൾ പിണറായി വിജയൻ ദേഷ്യത്തോടെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. അപ്പോൾ അതെടുത്ത് പിന്നെ വലിയ ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് പിന്നെ ഒരു വാർത്ത അവതരണമാണ്. പിണറായി വിജയൻ ക്ഷുഭിതനായി മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞു, മാധ്യമങ്ങളെ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി വാർത്ത പിന്നെ കൊടുക്കാമല്ലോ. ഇത്തരത്തിൽ പിണറായി വിജയൻ ഇന്ന് രാവിലെ കാറിൽ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഫുള്ളങ്ങ് ആ കാർ അങ്ങ് വളഞ്ഞു. എന്നിട്ട് പിണറായി വിജയൻ കാറിനകത്തേക്ക് കയറി മറ്റേക്കാൾ എടുത്തു വെക്കുന്ന മുമ്പ് തന്നെ കാറിൻ്റെ ഡോർ അടക്കാൻ ശ്രമിച്ചു. അപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്തു? ആ ഡോറ് തടഞ്ഞു വെച്ചിട്ട് മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ടു. എന്താ എൻ്റെ കാലെടുത്ത് വെക്കുന്ന മുമ്പ് ഡോർ അടയ്ക്കുകയാണോ? നിങ്ങൾക്ക് ന്യൂസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഡോർ അടക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ക്ഷുഭിതനായി. അപ്പം ഇതായി പിന്നെ മാധ്യമങ്ങളുടെ വാർത്ത. മാധ്യമങ്ങളോട് പിണറായി വിജയൻ ക്ഷുഭിതനായി. പിന്നെ കാലെടുത്ത് വെക്കുന്ന മുമ്പിൽ ഡോർ അടക്കാൻ ശ്രമിച്ചാൽ പിന്നെ ക്ഷുഭിതനാകാതെ അവരെ കെട്ടിപ്പിടിക്കുമോ? പറയുന്നതിനും എന്തെങ്കിലും ഒരു മാന്യത വേണ്ടേ? അപ്പോൾ രാവിലെ ഈ പറഞ്ഞ കോലാഹലമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഉച്ചയ്ക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ പുറകെ ഈ മൈക്കും കൊണ്ട് നടക്കുക. അപ്പോൾ അദ്ദേഹം വീണ്ടും ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, അല്ലാതെ ഈ കമ്പും കോലും പിടിച്ചിട്ട് എൻ്റെ പുറകെ നടക്കണ്ട. കിട്ടിയല്ലോ അടുത്ത വാർത്ത. അതാ ഉച്ചക്കത്തെ ടൈറ്റിൽ വന്നിരിക്കുന്നു, പിണറായി വിജയൻ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി, കമ്പും കോലും കൊണ്ട് എൻ്റെ പുറകെ നടക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ. ചേട്ടാ, ഇങ്ങനെയുണ്ടോ ഒരു വാർത്താ ദാരിദ്ര്യം? പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ടൈറ്റിലിട്ട് വരുന്ന വാർത്തകളുടെ താഴെ വരുന്ന കമൻസാണ് ഏറ്റവും കോമഡി. അതായത് കോൺഗ്രസ്സുകാരാണ്. അതായത് പുള്ളി ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, വെറും പ്രതിപക്ഷ നേതാവ് മാത്രമാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഈ തോറ്റിട്ട് സ്വഭാവം മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ മക്കളെ, കാല് പുറത്ത് നിൽക്കുമ്പോൾ കാറിൻ്റെ ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നൊന്നുമില്ല. അതിപ്പോൾ വി ഡി സതീശനായാലും ശരി, ആരായാലും ശരി, നമ്മൾ കാല് പുറത്ത് നിൽക്കുമ്പോൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ മറ്റേ രാഘവ് ഓഫ് റിവെഞ്ചിൻ്റെ ട്യൂണിട്ട് 15 എന്ന് പറഞ്ഞിട്ട് ആ പൂക്കിച്ചിരി പാസ്സാക്കാനൊന്നും ആർക്കും പറ്റില്ല.